സുഹൃത്തുക്കളെ, ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ട് വരികയാണ്. ഷീറ്റ് ഉണ്ടാക്കുന്നത് സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ് ഇത്. ശ്രീമാൻ അഷ്റഫ് പ്രഗത്ഭനായ ഒരു റബ്ബർ കർഷകനാണ്. എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്. വിദേശത്ത് എക്സിക്യൂട്ടീവ് പദവിയിലൊക്കെ ഇരുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വന്ന് റബ്ബർ കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലോട്ടാണ് ഇന്നെൻ്റെ യാത്ര. ഇവിടെ മുതലാളി വന്നിട്ടുണ്ട് കേട്ടോ. മുതലാളിയുടെ ഫോട്ടോ എടുത്തോണം കേട്ടോ. മുതലാളിയുടെ ഫോട്ടോ എടുക്കുക. മുതലാളി അങ്ങനെ സമ്മതിക്കുന്നില്ല, എന്നാലും എടുക്കുക. ശരി. വെറും മുതലാളിയല്ല, അതാണ്ട് വീഡ് കട്ടർ വെച്ച് ഇങ്ങനെ കാടടിച്ചോണ്ടിരിക്കുന്ന പരുവത്തിനാണ് ഞാനിവിടെ വന്നത്. ബ്രഷ് കട്ടർ. അപ്പോൾ അടിച്ച് വെറുതെ ഇരിക്കത്തില്ല, ഇതാ സ്വഭാവം. ഇത് അദ്ദേഹത്തിൻ്റെ തോട്ടമാണ്. താമസിക്കുന്നത് ഇവിടെ അല്ല. ഇത് കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അതിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഈ തോട്ടം. ഇവിടുത്തെ ടാപ്പിങ്ങാരും താമസിക്കുന്നത് ഈ ഭാഗത്താണ്. അദ്ദേഹത്തിൻ്റെ റബ്ബറിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യും. തോട്ടം എപ്പോഴും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കും. ആദായം എടുക്കുന്നത് അതുപോലെ തന്നെ വളരെ കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഷീറ്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഷീറ്റ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തോട്ടത്തിൽ വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ കണ്ടാലൊരു ഗുണ്ടയുടെ ലക്ഷണമുണ്ട്. ഇതിപ്പോൾ എത്രാമത്തെ ടാപ്പിങ്ങാണ് ഇവിടെ? ഇതിപ്പോൾ ടാപ്പിങ് തുടങ്ങിയല്ലോ. നാലാമത്തെ ടാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ നാലാമത്തെ ടാപ്പിംഗ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ആ സൈഡ് 6, 3, 9, 10ാമത്തെ വർഷമാണോ? 6, 3, 9ാമത്തെ വർഷം. 9ാമത്തെ വർഷം. അപ്പുറത്തെ 9ാമത്തെ വർഷത്തിൽ നമ്മൾ തുടങ്ങിയിട്ട് 4 ദിവസമേ ആയുള്ളൂ. 4 ടാപ്പിംഗ് ആയിട്ടുള്ളൂ. ഇന്നലെയാണ് പാലെടുത്തത്. ഇന്നലെ പാലെടുത്ത്. ഇന്നലെ 4ാമത്തെ ടാപ്പിംഗ് പാലെടുത്ത്. ഇവിടെ ഇപ്പം നമുക്ക് മൊത്തം ഉള്ളത് എത്ര മരവാ? ഇവിടെ ഉള്ളത് എത്ര മരവാ? ഇവിടെ 500 മരം, അപ്പുറത്ത് 400 മരം. ഇവിടെ 500 മരം. 500 മരത്തിൻ്റെ ഇന്ന് എടുക്കും. ഇന്ന് ഇവിടെയും 4ാമത്തെ ടാപ്പിംഗ്. അഷ്റഫ് ആസിഡ്, വെള്ള ആസിഡ് അല്ലേ വാങ്ങിക്കുന്നത്? വെള്ള ആസിഡ് വാങ്ങിച്ചിട്ട് 35 ലിറ്ററിൻ്റെ ആസിഡ് വാങ്ങിക്കും. ഇതുണ്ടല്ലോ. എന്നിട്ട് 5 ലിറ്ററിൻ്റെ മറ്റേ കന്നാസിലേക്ക് 5 ലിറ്റർ എടുക്കും. 5 ലിറ്റർ എടുത്തിട്ട് 200 മില്ലി 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അതിലോട്ട് തട്ടിയിടും. അത് 200 ഗ്രാം തട്ടിയിടും. 200 മില്ലിയുടെ ഒരു പാക്കറ്റ് 5 ലിറ്റർ കന്നാസിൽ ഒഴിച്ചിട്ട് ഒരാഴ്ചയെങ്കിലും അതിനെ അങ്ങനെ വെക്കും. അപ്പോഴത്തേക്ക് അത് മിക്സ് ആയിക്കോളും. അതാണ് നമ്മളിവിടെ ഈ കളർ ആസിഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പാരാനൈട്രോഫിനോട് ചേർത്ത ആസിഡാണ്. ഇതിപ്പോൾ 100 മില്ലി ഉണ്ട്. ഇപ്പോൾ 100 മില്ലി നമ്മൾ ആസിഡ് ഈ പാത്രത്തിൽ ഒഴിച്ച് ഇതിപ്പം ഇവിടെ നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂട്ടുക. ഇത് നേരത്തെ കൂട്ടത് ഇവിടെ വേറെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാണിക്കുകയാണ്. 100 മില്ലി ആസിഡ് എടുത്ത് വെള്ളമൊഴിച്ച്. ഇപ്പോഴേ എന്താണ് നമ്മൾ ഈ കളർ ആസിഡ് എന്ന് പറഞ്ഞ ആൾക്കാർ കടയിൽ പോയി വാങ്ങിക്കുക? എന്താണ് ഈ കളർ ആസിഡ്? ആദ്യകാലങ്ങളിൽ പാരാനൈട്രോഫിനോൾ എന്ന് പറയുന്നൊരു കെമിക്കൽ ഷീറ്റിന് പൂപ്പൽ പിടിക്കാതിരിക്കാൻ, ഷീറ്റ് വാഷ് ചെയ്ത ശേഷം പൂപ്പൽ പിടിക്കാതിരിക്കാൻ ഈ പാരാനൈട്രോഫിനോൾ കലക്കിയ ലായനിയിൽ ഒരു 10-15 മിനിറ്റ് വരെ മുക്കിയിട്ട ശേഷം ഇതെടുത്ത് പിന്നെ വെള്ളം തോരാൻ, പിന്നീട് കഴുകത്തില്ല, വെള്ളം തോരാൻ വേണ്ടി അയലിടുമായിരുന്നു. ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ക്രമേണ ആസിഡിൽ കലക്കി തരാൻ തുടങ്ങി. അതാണ് നമ്മളിപ്പോൾ വാങ്ങുന്ന കളർ ആസിഡ്. ഇതിനകത്തിരിക്കുന്ന രാസവസ്തു ഷീറ്റിന് പൂപ്പൽ പിടിക്കാതിരിക്കാനുള്ള സാധനം. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഇത് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇത് ചേർത്ത് ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്കിയാൽ പോലും ഒരു പുകച്ച ഷീറ്റിൻ്റെ കൂട്ടുള്ളൊരു നിറം കിട്ടും. അതാണ് ആൾക്കാർക്ക് ഇത് ഭയങ്കര അട്രാക്ഷനായത്. അതായത് ചിരട്ടയ്ക്കകത്തിരിക്കുന്ന ഒട്ടുകറയ്ക്കകത്ത് ഒഴിച്ചാലും പെട്ടെന്ന് ഒരു കളർ അതിൻ്റെ പുറത്ത് വരും. ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ 100 മില്ലി ആസിഡ് 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വെക്കുക. സ്റ്റോക്ക് ലൈനായിട്ട് വെക്കുക. പണ്ടൊക്കെ റബ്ബർ ബോർഡൊക്കെ പഠിപ്പിച്ചത് 5 ലിറ്റർ വെള്ളത്തിൽ 50 മില്ലി ആസിഡാണ്. ഇത് 50-ന് പകരം 100 ഒഴിക്കുന്നത്. അപ്പം പണ്ട് അതിൽ നിന്ന് 200 എടുക്കുന്നതിന് പകരം ഇതിൽ നിന്നിപ്പോൾ 100 മില്ലിയാണ് എടുക്കുന്നത്. 100 മില്ലി. അതാണ് ഇപ്പോൾ ഇത് ആസിഡിൻ്റെ കണക്ക്. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഞാനീ പറയുന്ന കണക്കുകളൊക്കെ എന്ന് പറയുന്നത് 1/2 കിലോ ഉണക്കത്തൂക്കം വരുന്ന റബ്ബർ ഷീറ്റിന് ചേർക്കേണ്ട ആസിഡിൻ്റെ കണക്കാണ്. ഇപ്പം നിങ്ങളുണ്ടാക്കുന്ന ഷീറ്റ് 750 ഗ്രാം തൂക്കമുള്ളതാണെങ്കിൽ ഈ 100 ചേർത്താൽ കുറയുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 മില്ലി ചേർക്കണം. അപ്പോൾ ആ ഉണക്കത്തൂക്കത്തിനനുസരിച്ച് ആസിഡ് ചേർക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പലരും പറയാൻ കാര്യമെന്ന് പറയുന്നത്, പലരും ഇവർ പറയുന്ന കണക്കിന് ആസിഡ് ചേർത്തിട്ട് ഉറഞ്ഞില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായ കണക്ക് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ജോലി എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന റബ്ബർ കറ അരിക്കുക.
അപ്പോൾ അരിക്കുമ്പം ഇച്ചിരി കണ്ണി വലുപ്പമുള്ള അരിപ്പക്കൂടെ വേണം ആദ്യം അരിക്കാൻ. കാരണം ഇതിൻ്റെ പൊട്ടുകറയ്ക്കകത്ത് ഈ റബ്ബർ പാലിലുള്ള ചണ്ടി അതുപോലൊക്കെയുള്ള സാധനങ്ങൾ വേണം ഈ അരിപ്പക്കൂടെ അരിച്ച് കഴിയുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മളൊന്നുകൂടെ അരിക്കും, അത് പിന്നെ കാണിക്കാം. അപ്പോൾ ഈ വലിയ കണ്ണിയുള്ള അരിപ്പക്കൂടെ ആദ്യം പാലരിക്കുക. നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന റബ്ബർ കറയ്ക്കകത്ത് ഈ ചിരട്ടയൊന്നും വടിക്കാതെ ചണ്ടിയൊന്നും ഇല്ലാത്തത്, എന്ന് പറഞ്ഞാൽ ഉറഞ്ഞ റബ്ബർ കറയൊന്നും ഇല്ലാത്ത പാലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ ഞാൻ കാണിക്കുന്ന രീതിയിൽ രണ്ടാമത് ഇതിനെ അരിച്ചാൽ മതി. ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനുപയോഗിക്കുന്ന അരിപ്പ, ഡിഷ് ഇത് മുഴുവൻ വെള്ളത്തിൽ നന്നായിട്ട് നനയ്ക്കണം. അത് നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കുന്നതിനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതിനോട് കൂടിയാണ് ഈ ആദ്യം നമ്മൾ ആസിഡ് നേർപ്പിച്ച കാര്യം. എന്തിനാണ് ആസിഡ് റബ്ബർ കറയിൽ ചേർക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കും. റബ്ബർ പാലായിട്ട് വെച്ചിരുന്നാൽ കുറേ മണിക്കൂറുകൾ ഇരിക്കും. കാരണം ഇതിൻ്റെ റബ്ബറിൻ്റെ തരികൾ അല്ലെങ്കിൽ റബ്ബർ മോള് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ വേർതിരിഞ്ഞേ കിടക്കത്തുള്ളൂ. ഇതിനെ തമ്മിൽ പെട്ടെന്ന് ഇതിൻ്റെ കണികകളെ തമ്മിൽ പെട്ടെന്ന് യോജിപ്പിക്കാനാണ് ആസിഡ് ചേർക്കുന്നത്. അപ്പോൾ ആസിഡ് ചേർക്കുമ്പോൾ ഈ കണികകൾ തമ്മിൽ പെട്ടെന്ന് ഒന്നിച്ച് ചേർന്ന് ഒരു കട്ടിയായിട്ട് മാറും. ഇനിയിപ്പോൾ വേറൊരു സംശയമുണ്ട്. ആസിഡ് ചേർന്നില്ല ഈ റബ്ബർ കറ ഉറയത്തില്ലേ? നമ്മൾ ഈ ചിരട്ടയ്ക്കകത്തിരിക്കുന്ന പാലെടുത്ത ശേഷം ഇരിക്കുന്ന ഒട്ടുകറ കട്ടിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയ ഇതിൻ്റെ അകത്ത് കിടക്കും. നമ്മൾ ദോശയ്ക്ക് മാവ് അരച്ച് വെക്കും, പിറ്റേ ദിവസം പുളിക്കത്തില്ലേ? അതും ബാക്ടീരിയ അകത്ത് കിടന്നിട്ടുണ്ടാകുന്ന അതിൻ്റെ വിസർജനത്തിൻ്റെ പുളിയാണ്. ഇതുപോലെ റബ്ബർ കറയിൽ ബാക്ടീരിയ കിടന്നിട്ട് അത് പുളിപ്പിക്കുന്നതാണ്. ആ അസിഡിറ്റി കൊണ്ടാണ് ഈ റബ്ബർ കറ കുറയുന്നത്. അപ്പോൾ നമ്മളെ ഈ ബാരൽ ഒഴിക്കുന്ന അമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് പാലായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. റബ്ബർ കറ ആസിഡ് ഒഴിച്ച് നേർപ്പിക്കണം, അല്ല ആസിഡ് ഒഴിച്ച് വേണം ഉറയ്ക്കാൻ. അടുത്ത കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിഷിൻ്റെ അകത്ത് ആസിഡും പാലും വെള്ളമൊക്കെ ചേർക്കുന്നത്. പണ്ടത്തെ രീതി എന്ന് പറയുന്നത് ഡിഷുകൾ ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കും, എന്നിട്ട് പാലിനെ മൊത്തത്തിൽ അങ്ങ് വീതിച്ച് അങ്ങോട്ട് ഒഴിക്കും, അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കും, അത് കഴിഞ്ഞിട്ട് ആസിഡ് ഒഴിക്കും, എന്നിട്ട് തമ്മിൽ അങ്ങോട്ട് കൂട്ടിയിളക്കും. ഇതിനൊക്കെ ഒരുപാട് സ്ഥലം വേണം, കരടും പൊടിയും ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പിന്നെ അത് കഴിഞ്ഞ് മുകളിലേക്ക് പറക്കി അടുക്കുമ്പം താഴത്തെ അടിയിൽ നിന്നുള്ള പൊടികളൊക്കെ വീഴും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇപ്പോഴതല്ല, പുതിയ രീതിയിലുള്ള ഏറ്റവും എളുപ്പം ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഇപ്പോഴത്തെ ആൾക്കാർ പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ അത് കാണിക്കാം. ഈ ഡിഷുകൾ നോക്കിക്കാം. എത്ര വർഷമായിട്ടില്ല? 9 വർഷം കഴിഞ്ഞു. 9 വർഷമായ ഡിഷുകളാണ് നമുക്ക് ഇരിക്കുന്നത്. ഓരോരുത്തരുടെ തോട്ടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡിഷ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ തലേ കൈ വെച്ചു. ഒരു ക്യാമ്പിങ് തുടങ്ങിയിട്ട് 9 വർഷമായി. 9 വർഷത്തിന് മുമ്പ് ഉള്ള ഡിഷാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടും വൃത്തിയായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വൃത്തിയായിട്ടൊക്കെ ഇരിക്കും. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാല് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്. അരിച്ച് വെച്ചാൽ പിന്നെ ഒന്നുകൊണ്ട് നമ്മൾ അരിക്കും. അപ്പോൾ ഈ പാല് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് നല്ല കട്ടിയുള്ള പാലാണ്. ഒന്നര ഒഴിച്ചാൽ തന്നെ ഒരു 600 ഗ്രാം വരും ഓണർ കൂട്ടും. അപ്പോൾ ആദ്യം ഇവരിത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു കൊച്ചു ബക്കറ്റ് എടുക്കുക, അതിൻ്റെ അകത്തോട്ട് ഈ നേർപ്പിച്ച് വെച്ചിരിക്കുന്ന ആസിഡിൽ നിന്ന് ഒരു 100 മില്ലി എടുത്ത് അത് ആ ബക്കറ്റിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഈ 100 മില്ലിക്കകത്ത് ഒറിജിനൽ ആസിഡ് 2 മില്ലി. അങ്ങനെയാണെങ്കിൽ ഒരു 1 ലിറ്റർ ആസിഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1/2 കിലോയുടെ 500 ഷീറ്റ് ഉണ്ടാക്കാനുണ്ട്. എന്നിട്ട് ഈ ബക്കറ്റിലോട്ട് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. അത് നോക്കുക, വെള്ളം ഒഴിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഒരു ഷീറ്റിന് വേണ്ട 1/2 കിലോ വരുന്ന തൂക്കത്തിന് വേണ്ട അനുസരിച്ച് ഇതിപ്പോൾ ഒരു 1.5 ലിറ്റർ പാലാണ് അതിൻ്റെ ഒഴിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇത് തമ്മിൽ മിക്സ് ചെയ്യുക. ഇതൊന്ന് ഇളക്കിയിട്ട് അരിപ്പയെ കൂടെ അങ്ങ് ഡിഷിലേക്ക് അങ്ങ് ഒഴിക്കുക. അപ്പോൾ ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അരിപ്പ കൂടെ ഒഴിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ മിക്സ് ആയിക്കോളും. അരിപ്പയെ കൂടെ നമ്മൾ ഒരു ഡിഷിലോട്ട് ഒഴിക്കുക. എന്നിട്ട് തൊട്ടടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നൊരു ഡിഷ് ഇരിപ്പുണ്ട്. ആ ഡിഷിലേക്ക് ഈ അരിപ്പ അങ്ങ് എടുത്ത് വെക്കണം. ആ വെള്ളത്തിലോട്ട് എടുത്ത് വെക്കണം. നോക്കി അപ്പം അരിപ്പയ്ക്കകത്ത് പാല് കട്ടി പിടിക്കത്തില്ല. പിന്നെ അടുത്ത ഡിഷ് എടുത്ത് മുകളിൽ വെക്കുക. അതുപോലെ തന്നെ ആസിഡ് ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, പാലൊഴിക്കുക. എന്നിട്ട് അടുത്ത അരിപ്പ എടുത്തിട്ട് ഡിഷിലിട്ട് അങ്ങ് ഒഴിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അടുത്ത ഡിഷ് എടുത്ത് മുകളിൽ വെക്കുക. ഈ പാല്
ആസിഡ് ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, പാലെടുക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് നമുക്ക് 10 ഡിഷ് വരെ ഇങ്ങനെ മുകളിലോട്ട് വയ്ക്കാം. അവസാനത്തെ 2 ഡിഷ് ഒഴിക്കാനുള്ള പാലും ബാക്കിയുള്ള വെള്ളവും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ പാലിനെ 2 ഡിഷിലായിട്ട് അങ്ങ് ഒഴിക്കുക. അതോടുകൂടി നമ്മുടെ പണി തീരും. ഇങ്ങനെ ഉറച്ചെടുക്കുന്ന ഷീറ്റ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതുപോലെ കണ്ടില്ലേ, 4 സൈഡും ഡിഷിൽ നിന്ന് പിടിവിട്ട് ഒരു പാൽക്കട്ടി ഇങ്ങനെ ഉറഞ്ഞ കട്ടിയായിട്ടിരിക്കുന്നത് കാണാം. ഇതാണ് ഇനി നമ്മൾ അടിക്കുന്നത്. ഇപ്പോൾ 2 വീതി അടിച്ചല്ലേ, 2 വീതി അടിച്ചു. ഇനിയും നീളമാണ് അടിക്കുന്നത്. നീളമാണ്. ഇതിപ്പോൾ 2 വീതിയും 2 നീളം അടിച്ചു. ഓക്കെ. ഷീറ്റടി കഴിഞ്ഞ് ഉടനെ മിഷീനൊക്കെ നല്ല വെള്ളം ഒഴിച്ച് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു. 2 ആഹാരത്തിൻ്റെ സാധനം എല്ലാം വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. നമ്മളിപ്പോൾ നോക്ക്, ഇതിനകത്ത് അവർക്ക് എന്തെല്ലാം സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഒരു ഇടിമിന്നൽ പോലും ഏക്കാൻ പറ്റാത്ത രീതി ഇടിമിന്നൽ രക്ഷാകവചം പോലും നമ്മളിതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അടിക്കുന്ന മെഷീൻ, കറണ്ടിലടിക്കുന്ന ഷീറ്റ് അടിക്കുന്ന മെഷീൻ. വെള്ളം താ കിടക്കുന്നു, ഒരു തുള്ളി വെള്ളം അവർക്ക് കോരണ്ട. എല്ലാം വെള്ളം എന്ന് പറഞ്ഞാൽ മഴവെള്ളം മൊത്തം ഫിൽറ്റർ ചെയ്തിട്ട് താഴെ വരുന്നതാണ്. നമ്മൾ ആസിഡ് എടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞല്ലോ, ആസിഡ് റബ്ബർ കണികളെ തമ്മിൽ ചേർക്കാനാണ് ആസിഡ് ചേർക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മളിപ്പോൾ പാലിൻ്റെ അകത്ത് വെള്ളം ചേർക്കുന്നത്? റബ്ബർ പാലിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് ആസിഡ് ഒഴിച്ച് വേണമെങ്കിലും ഇളക്കിയെടുക്കാം, കട്ടിയായിട്ടൊക്കെ കിട്ടും. പക്ഷേ വെള്ളം ഒഴിക്കുമ്പം ഇതിൻ്റെ പാൽ കട്ടി, നമ്മളെടുക്കുന്ന ഈ കട്ടി നല്ല സ്പോഞ്ചായിരിക്കും. സ്പോഞ്ചാകുമ്പോൾ നമുക്ക് ഷീറ്റ് അടിക്കുന്നതിന് എളുപ്പമായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റബ്ബറിൻ്റെ അകത്ത് വാട ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഈ വാട ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് ഷീറ്റ് അടിക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ ആ മാലിന്യങ്ങളെല്ലാം അങ്ങ് പോകും. അതായത് ഷുഗറിൻ്റെ അംശമുണ്ട്, പ്രോട്ടീൻ, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ മാവ് പോലെ ഇരിക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതെല്ലാം പോയി കിട്ടും. ഈ ഷീറ്റ് അടിക്കുന്ന കൂട്ടത്തിൽ ആ വെള്ളത്തിൻ്റെ കൂടെ കഞ്ഞുവെള്ളം പോലെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതിൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പോൾ അതിനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. 2 കാര്യത്തിനാണ് വെള്ളം ചേർക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, പാൽക്കട്ടിക്ക് മാർദ്ദവം കിട്ടും. രണ്ടാമത്തെ കാര്യം, റബ്ബറേതര വസ്തുക്കൾ, റബ്ബറല്ലാത്ത സാധനങ്ങളെല്ലാം വെള്ളത്തിൽ ലയിച്ച് പോകും. അതിനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. പിന്നെ ഈ ഷീറ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഷീറ്റ് എത്രയും കനം കുറച്ചടിക്കുന്നു അത്രയും ഉണങ്ങാൻ നല്ലതാണ്. ഇനി ആദ്യം അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പ്ലെയിനായിട്ടുള്ള റോളറിൽ കൂടെ അടിച്ച് വളരെ കനം കുറച്ച ശേഷം അച്ചുള്ള റോളറിൽ കൂടെ ഒറ്റ പ്രാവശ്യം അടിക്കത്തുള്ളൂ, ഒരു പ്രാവശ്യം. അപ്പോൾ അച്ചുള്ള റോളറിൽ കൂടെ എന്തിനാണ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അത് പറഞ്ഞാൽ അവിടെയുള്ള കുഴിയും മഴയായിട്ട് വരുന്നതുകൊണ്ട് ഇതൊരിക്കലും തമ്മിൽ ഒട്ടത്തില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ അച്ചുള്ള റോളറിൽ കൂടെ അടിക്കുന്നത്. ഷീറ്റ് എപ്പോൾ വേണമെങ്കിലും അടുക്കി പറക്കി വെച്ചാലും നമുക്കിങ്ങനെ വലിച്ച് കീറി എടുക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അച്ചുള്ള റോളറിൽ കൂടെ അടിക്കുമ്പോൾ ഇതിൻ്റെ ഉപരിതലം എന്ന് പറഞ്ഞത് ഇങ്ങനെ പൊങ്ങിയും താന്നും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ ഷീറ്റ് ഉണങ്ങും. അതുകൊണ്ട് ഈ അച്ചുള്ള റോഡിൽ കൂടെ അടിക്കുമ്പോൾ ഷീറ്റ് പെട്ടെന്ന് ഉണങ്ങും, പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല. ഇങ്ങനെ 2 കാര്യങ്ങൾക്കാണ് അച്ചുള്ള റോഡിൽ കൂടെ അടിക്കുന്നത്. ഇനി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു റബ്ബർ ഷീറ്റ് എങ്ങനെ ആയിരിക്കണം. ഒരു റബ്ബർ ഷീറ്റിൻ്റെ നിയമമുണ്ട്. റബ്ബർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ എഴുതി വെച്ചിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു റബ്ബർ ഷീറ്റിൻ്റെ കനം 3 മില്ലിമീറ്റർ കൂടാൻ പാടില്ല. തൂക്കം 500 ഗ്രാം ആയിരിക്കണം. ദീർഘചതുരമായിരിക്കണം. നിറം ചെറുതേൻ്റെ നിറം പോലുള്ള നിറമായിരിക്കണം. അതിനകത്ത് കരട്, പൊടികൾ, ഉണങ്ങാത്ത പച്ച, പിന്നെ ഒട്ടൽ. ഈ ആസിഡൊക്കെ കൂടിപ്പോയാൽ ഒട്ടും, വെയിലത്തിട്ട് ഉണങ്ങിയാൽ ഒട്ടും. അങ്ങനെയുള്ള ഒട്ടൽ പാടില്ല. എലാസ്റ്റിസിറ്റി, അങ്ങനെ വലിച്ചാൽ നീളണം, വീട്ടാൽ അതേപോലെ പൂർവ്വസ്ഥിതിയിലെത്തണം. അതിൻ്റെ ആ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു ഷീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. അത് അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കണം. അല്ലാതെ ഞാൻ കൊണ്ടുവന്ന ഷീറ്റെല്ലാം ഗ്രേഡാണ്, എനിക്ക് പൈസ തരാൻ പറയരുത്. അപ്പോൾ ഇനി നമ്മുടെ അഷറഫിൻ്റെ ഷീറ്റ് കച്ചവടം ഒന്ന് കാണാം. വണ്ടിയിലും ഷീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കവർ കണ്ടോ? ഈ കവറ് റബ്ബർ കടക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്താൽ അവർ വാങ്ങിച്ച് തരും. അപ്പോൾ ഈ കവറിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു വർഷം വരെ ആയിരിക്കും. ഒരു വർഷം വരെ ഒരു പൂപ്പലും പിടിക്കാതെ അവിടെ ഇരുന്നോളും.
അപ്പോൾ ഇങ്ങനെ കവറിലാക്കി കൊണ്ടുവന്നിട്ട് ഇത് നേരെ എടുത്ത് അങ്ങ് ത്രാശിലോട്ട് വെക്കുക. എന്താണ് പണി? അതിൽ നിന്ന് ഒരു ഷീറ്റ് ഞാനിങ്ങനെ എടുത്തത് കണ്ടോ, ഷീറ്റ് എങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കേ, നല്ല സൂപ്പർ ഷീറ്റ്. ഇങ്ങനെ വേണം ഷീറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ. ഇതിപ്പം ഇങ്ങനെ ഇത് പാക്ക് ചെയ്തുകൊണ്ട് എന്താ ഗുണം? അഷറഫിൻ്റെ അഭിപ്രായത്തിൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താ? പാക്കിങ് വെക്കുന്നുണ്ട്, പൂപ്പല് പിടിക്കത്തില്ലെന്ന് അറിയാം, ബാക്കി പൂപ്പല് പിടിക്കത്തില്ല. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വില വരുന്നതനുസരിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇതിനൊക്കെ ഞാൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്കൊരു പ്രത്യേക പെട്ടെന്നൊരു 10 പൈസയുടെ അത്യാവശ്യം വന്നു, ഒരു 10,000-20,000 രൂപ വരികയാണെങ്കിൽ ഒരു 10 ബണ്ടിലോ 20 ബണ്ടിലോ എനിക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആ സമയത്ത് രണ്ടാമത് ഞാൻ തൂക്കാൻ നമ്മൾ നേരത്തെ തന്നെ തൂക്കി 20 കിലോ വീതം അവരുള്ള പാക്കറ്റുകളാക്കിയാണ് വെക്കുന്നത്. ആവശ്യത്തിനെടുത്തുകൊണ്ട് പോയി കൊടുക്കാം. 10 ബണ്ടിൽ ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോകാം. നമുക്ക് വേറൊരു ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് ഇളക്കിയെടുക്കാം. അതായത് ഒട്ടിപ്പിടി അങ്ങനെ അട്ടി ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ രണ്ടാമത് തൂക്കം നിൽക്കണം. നമുക്ക് വീണ്ടും ഒരു ഓവർലോഡ് വരുക, ത്രാസിൽ കൊണ്ടുപോകണം, തൂക്കണം. പിന്നെ വെയിറ്റ് കയറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേൽ എത്ര വെയിറ്റ് കയറുന്നതിനനുസരിച്ച് അത് ഒട്ടിപ്പിടിക്കും ഭാരം കൊണ്ട്. ചീറ്റിൽ ഒന്ന് അമർത്തും. അപ്പോൾ പിന്നെ ഇളക്കിയെടുക്കാനും പാടാണ്. അപ്പോൾ ഇതാകുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ലൈറ്റ് മഴയോ വല്ലതും വന്നു കഴിഞ്ഞാൽ തന്നെ മഴയോ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ എവിടെയെങ്കിലും ഓടി കയറുന്നത് വരെ പ്രൊട്ടക്ട് ചെയ്തോളൂ. ഓക്കെ. പുകച്ചെടുക്കുവാണെങ്കിൽ 1 വർഷം വരെയൊക്കെ ഷീറ്റ് ഇരിക്കും, ഒരു കുഴപ്പമില്ലായിരിക്കും. അല്ലേ, ഞാൻ പൊതുവെ കാണാറുള്ളത് അഷറഫ് ഈ പറയുന്ന ഷീറ്റൊക്കെ എന്ന് പറയുന്നത് മാർക്കറ്റ് വിലയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ഒന്നിച്ചുകൊണ്ട് കൊടുക്കുക, അത്രേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കുന്നതിനകത്ത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്ന വേൾഡ് മാർക്കറ്റ് പഠിക്കും, എവിടെയാണ് നോക്കും. ഇന്റർനാഷണൽ മാർക്കറ്റ് നോക്കും, ലോക്കൽ മാർക്കറ്റ് നോക്കും. ലോക്കൽ മാർക്കറ്റ് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്യും, പിടിച്ചു വയ്ക്കും. ഡൗണിലേക്ക് വരുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് നമുക്ക് അത്യാവശ്യത്തിന് ഓവർ സ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് കുറച്ച് നമ്മൾ കൊടുക്കും. അത് കൊടുക്കുന്ന പല കടകളിലായിട്ടേ കൊടുക്കത്തുള്ളൂ. കറക്റ്റായിട്ട് നമ്മൾ ഇവിടുന്ന് തൂക്കി 2-3 പേർക്കായിട്ടേ കൊടുക്കത്തുള്ളൂ. കാര്യം ആ ഫ്ലക്ച്വേഷൻസും എല്ലാം നമുക്ക് മനസ്സിലാക്കണം. തൂക്കം അറിഞ്ഞിരിക്കണം ശരിയായിട്ട്. നമ്മൾ ഇവിടുന്ന് കഴിയുന്നതും ഇപ്പോൾ 2,000-3,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ത്രാസ് കിട്ടും. വീട്ടിനകത്ത് വയ്ക്കാൻ കംഫർട്ടബിളായിട്ട് ലൈസൻസ് ഒന്നും വേണ്ട. അതിൽ നമ്മൾ തൂക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു വില കാണിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാകും. നമ്മുടെ സാധനമൊക്കെ നമ്മൾ എല്ലാം മാർക്കറ്റ് സ്റ്റഡി ചെയ്യും, തൂക്കം കറക്റ്റായിട്ട് നോക്കും. അത് മാത്രമല്ല, ഇതിനെ പരിപാലിക്കുന്ന രീതിയിലും കണ്ടില്ലേ സാർ? ഇതിപ്പോൾ ചെയ്ത് ഇനി ഇത് കഴുകി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വെയിൽ കൊള്ളാതെ തണലത്തിടും. എന്നിട്ട് വെള്ളം ഊറുന്നുണ്ട് നേരെ പിന്നെ പോപ്പരയ്ക്ക് പോകും. പോപ്പരയ്ക്ക് പോയി ആദ്യത്തെ തീ കഴിഞ്ഞ് നാളെ ഒന്നിൽ മുകളിലോട്ട് മാറ്റിക്കൊണ്ട് 3 ദിവസം 3ാമത്തെ സ്റ്റെപ്പിൽ ഇറക്കിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പിനെ പൊക്കി 3 ദിവസം കൊണ്ട് നടക്കത്തില്ലേ? 3 സ്റ്റെപ്പ് കയറി വരും. അതല്ല, നമ്മൾ നിങ്ങളവിടെ ഇട്ടല്ലേ 3ാമത്തെ ദിവസം ഷീറ്റ് നമുക്ക് 4 ഷീറ്റ് 4 ഒന്നും അല്ല, അതിലും വലിയ ഗ്രേഡ്. എനിക്ക് എൻ്റെ ഷീറ്റ് 3ാം ഗ്രേഡ് ഷീറ്റായിട്ടാണ് വരുന്നത്. എന്തായാലും നമുക്ക് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 4ൻ്റെ കണക്കാക്കിയിട്ട് അത്രേ ഉള്ളൂ. 3ൻ്റെ ഇവിടെ ആരും എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സുഹൃത്തുക്കളൊരു കാര്യം ചെയ്യണം, ഇത് കാണുന്നവർ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം, എല്ലാവരും കാണട്ടെ.